നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മളൊരു പുതിയ പങ്ക്തി തുടങ്ങുകയാണ്. സിനിമ വാരഫലം. ഒരാഴ്ചക്കാലം മലയാള സിനിമയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കൊച്ചു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കൊച്ചു കാര്യങ്ങളാണെങ്കിലും എല്ലാം വലിയ കാര്യങ്ങളായിരിക്കാം. സിനിമയിൽ എന്ത് സംഭവിച്ചാലും അപ്പോൾ എന്നെ കുറേ പേര് വിളിക്കും, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേർ. ചേട്ടാ, മറ്റേ അതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചില്ല, ഈ കാര്യം ചേട്ടാ അറിഞ്ഞില്ലേ, ചേട്ടാ അതിനെപ്പറ്റി ഒന്ന് പറയണം. ഇല്ല, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയില്ല. പറയണം ചേട്ടാ, അത് പറയാതിരിക്കരുത്. മറ്റേ ചേട്ടനെ യൂട്യൂബിലൂടെയൊക്കെ തെറി വിളിച്ചിരുന്ന ഒരു ചെറുക്കനെ എറണാകുളത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അറിഞ്ഞില്ലേ, അവൻ്റെ വീട്ടുകാരുടെ ഒരു സങ്കടം ആലോചിച്ച് നോക്കി. അതൊന്നും ഞാൻ പറയില്ല. ഇല്ല ചേട്ടാ, അതൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏത് വിഷയം നമ്മൾ പറഞ്ഞാലും. തിരുവനന്തപുരത്തെ എനിക്കെതിരെ കേസ് കൊടുത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരിവിടെ പോയാലും ശാന്തിയുള്ള ദിനേശനെ ഞാൻ വകവച്ചിട്ടില്ല, പിന്നെ അല്ലേ നിന്നെ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് അപ്പോൾ എന്നെ വിളിച്ച് പറയണം, ചേട്ടനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ചേട്ടൻ ഒരു കഥാപാത്രമല്ല, പക്ഷേ ചേട്ടനെ പറയുന്നു ശാന്തിയുള്ള ഞാൻ പേടിച്ചിട്ടില്ല. നമ്മൾ ആരും പേടിപ്പിക്കുന്ന ഒരാളല്ല, സത്യത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എത്ര പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല, അതാണ് പ്രശ്നം. എന്തായാലും നമ്മുടെ എല്ലാ ആഴ്ചയും വേൾഡ് ദിസ് വീക്ക് എന്ന് പറഞ്ഞ് പിണറായി റോയിയൊക്കെ പണ്ട് നടത്തിയിരുന്നത് പോലെ, അല്ലെങ്കിൽ കിഷൻ നായർ സാറ് സാഹിത്യ വാരഫലം നടത്തിയിരുന്നത് പോലെ, നമ്മൾ ഒരാഴ്ച മലയാള സിനിമയിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കുറേ കാര്യങ്ങൾ പറയുന്ന സിനിമാ വാരഫലം എന്ന പങ്ക്തി ഈ ഞായറാഴ്ചയോടെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. ഞാനൊരു 100 വട്ടം പറഞ്ഞതാണ് ഷൈൻ നിഗം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു യൂട്യൂബുകളിൽ ആദ്യമായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരസ്യമായി പറഞ്ഞ ആദ്യത്തെ ആൾ ഞാനാണെന്ന് തോന്നുന്നു. എനിക്ക് അവകാശവാദമൊന്നുമില്ല. ഈ ഷൈൻ നിഗം സെറ്റുകളിൽ കാണിക്കുന്ന കുഴപ്പങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി. ആഷിഖ് കപൂർ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ ടൈറ്റിലിൽ പോലും അഴുക്കച്ചെറുക്കനെന്ന് എന്തോ ഞാൻ പറഞ്ഞ വാക്കൊക്കെ എടുത്തിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് പറയുന്നു ആ പയ്യൻ നല്ല പയ്യനായെന്ന്. അപ്പോൾ ഞാൻ അതും പ്രോഗ്രാമാക്കി. അവൻ തങ്ക കമ്പി പോലെയായി, കൂട്ടുകെട്ടുകളൊക്കെ കുറച്ച് മര്യാദയ്ക്ക് സെറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇനി അവനൊരു സ്പേസ് ഉണ്ട്, അവൻ മലയാള സിനിമയിൽ എന്തെങ്കിലും ആവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിരുന്നു. ഇതിനിടയിൽ ഒരു ദിവസം ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ചു. ഞങ്ങളുടെ ആരാ? ഞാൻ ഷൈൻ നിഗമാണ്. ഞാൻ പറയൂ, അല്ല എന്നെപ്പറ്റി ഒരുപാട് താങ്കൾ അനാവശ്യം പറഞ്ഞു. അവനെ ഒരിക്കലും ഇല്ല, നിൻ്റെ അച്ഛനും ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു, നീ ചെയ്ത തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞു, നീ നല്ലത് ചെയ്തപ്പോൾ നല്ലവനായി എന്നും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഏതോ കൂതറ പടത്തിന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പറ്റുമോ? അവൻ വിചാരിച്ചു, അയ്യോ ഷൈൻ നിഗം തിരുവനന്തപുരത്തുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മുട്ടുകാലടിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്ത് മോന് ഇഷ്ടമുള്ള സമയം പറഞ്ഞു, നിനക്ക് സൗകര്യമുള്ള സമയം പറഞ്ഞാൽ മതി, എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വിളിച്ചില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ്റെ ഒരു ഗ്യാങ്ങാണല്ലോ ഈ വലിയും കുടിയൊക്കെ. ഒരു ജോലിക്കും പോകാതെ ഇവൻ്റെ ഓസിന് തിന്നുകൊണ്ട് കിടക്കുന്ന ഒരു 10-15 അലവലാദികൾ കാണും കൂടെ. യുവമാർ വളഞ്ഞിരുന്നിട്ട് രാത്രി 11, 12, 1 മണിക്കുമൊക്കെ എന്നെ ഫോൺ ചെയ്തിട്ട് നിങ്ങളെന്താണ് ആ ഷൈൻ നിഗത്തെക്കുറിച്ച് സംസാരിച്ചത്? അപ്പം ഞാൻ പറയുക, അയ്യോ അനിയ, അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ, അതിനുശേഷം അവൻ നല്ലവനായപ്പോൾ ഞാൻ നല്ലതെന്ന് പറഞ്ഞല്ലോ. വിവരം പറയും കേട്ടോ, നിങ്ങൾക്ക് മട്ടാഞ്ചേരിക്കാരുടെ സ്വഭാവം അറിയണ്ടെന്നൊക്കെ പറഞ്ഞ് വെറും ലോക്കൽ കൂതറകൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. അത് കഴിഞ്ഞ് ഒരുത്തൻ നിരന്തരമായി എല്ലാ ദിവസവും വിളിക്കും. അവൻ പറയുന്നത്, നിങ്ങൾക്ക് ജയൻ മയിലിനെ അറിയോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തെറി വാക്കാണ് കേട്ടത്. ജയൻ മയിലെന്ന് പറഞ്ഞത് മയിലെന്നല്ല ഞാൻ കേട്ടത്. ഞങ്ങളുടെ അതാര്? ഷൈൻ നിഗത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. നമ്മൾ ആയിക്കോട്ടെ. അല്ല, അയാളെ കരാട്ടെ എന്തോ ബ്ലാക്ക് ബെൽറ്റോ എന്തോ തേങ്ങയാണ്. ഞങ്ങൾ അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തോന്ന്, നിങ്ങളുടെ കാര്യം, അയാൾ വരും, ജയൻ മയിൽ നിങ്ങളെ കാണും. ഞാൻ പറഞ്ഞു, വന്നോ? നിങ്ങൾ കളിക്കുന്നതേ മട്ടാഞ്ചേരിക്കാരോടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മട്ടാഞ്ചേരിയിൽ ഇഷ്ടം പോലെ ആരാധകരുണ്ട്. എന്നെ അവിടെ നിന്ന് വിളിച്ച് പലരും, ചേട്ടാ നമ്പർ ഇതാ ചേട്ടാ, വിളിക്കുന്ന നമ്പർ, അവൻ്റെ കച്ചവടം ഞങ്ങൾ തീർത്തരാം, മട്ടാഞ്ചേരി അവൻ്റെ ഒന്നും വാപ്പേരെ വകയല്ല ചേട്ടാ, ഞങ്ങളില്ലേ അവിടെ എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാനത് ചിരിച്ചങ്ങ് കളയുകയാണ് ചെയ്യാറ്. വേറൊരുത്തൻ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, വലിക്കും, കഴിക്കും, നീ ആരാ അത് പറയാൻ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ
നിരന്തരമായി സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുന്ന ഒരു RSSകാരനാണ് ഞാനെന്നാണ് പറയുന്നത്. അതെന്നെ ശരിക്കും പറഞ്ഞാൽ നോവിക്കുന്നൊരു ഡയലോഗാണ്. നിങ്ങൾ RSSകാർ മാത്രം പോരല്ലോ ഇവിടെ, ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആലോചിക്കൂ, 17 വയസ്സിൽ പാർട്ടി അംഗത്വം കിട്ടിയ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സിനിമയിലും എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്ന 3 പേര് 3 മുസ്ലിമാണ്. പക്ഷേ എൻ്റെ നാട്ടിലും അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കോഴിക്കോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ 7ാം ക്ലാസ് വരെ പഠിച്ച സലീം അവിടെ റോഡിൽ നിന്ന് അത്തർ വിൽക്കുന്നു. സലീമിന് എന്നെ മനസ്സിലായില്ല. പക്ഷേ അളകാവൂരിലെ വെളിയിലെ ഫുട്പാത്തിൽ നിൽക്കുന്ന മനുഷ്യൻ എൻ്റെ കൂടെ 7ാം ക്ലാസ് വരെ പഠിച്ച ആളാണെന്ന് ഞാൻ കണ്ടെത്തി. ഞാൻ നേരെ അടുത്ത് ചെന്ന് സലീമേ എന്ന് വിളിച്ചപ്പോൾ സലീം ഞെട്ടിപ്പോയി. എങ്ങനെ ഞാൻ മനസ്സിലാക്കി? എനിക്കങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇതൊന്നും ഇവിടെ യവന്മാരെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വാങ്ങിക്കണ്ട, എങ്കിലും പറയുകയാണ്. ഇങ്ങനെ ഒരു നിവൃത്തിയില്ല യവന്മാരെ കൊണ്ട്. ഒരു 7-8 പേര്, അല്ലെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്, ഫോൺ ഓൺ ചെയ്തിട്ട് മിണ്ടാതിരിക്കും. അപ്പോൾ അവിടെ കുശുകുശാന്ന് സംസാരിക്കുന്ന കേൾക്കാം, നമ്മളുടെ സംസാരിക്കില്ല. ഞാനെന്ത് ചെയ്യുന്നു, ഫോൺ അവിടെ വെച്ചേക്കും. അത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴും കേൾക്കാം അതിനകത്ത് അവന്മാർ അടക്കി പിടിച്ച് സംസാരിക്കുന്നതൊക്കെ. നിവൃത്തികേട് കൊണ്ട് ഇപ്പോൾ DGP ആയി സ്ഥാനക്കയറ്റം കിട്ടിയ ADGP മനോജ് എബ്രഹാം സാറിനും ആൻറ്റി നാർക്കോട്ടിക് വിങ്ങിൻ്റെ ചുമതലക്കാരനായ ADGP രതീഷ് സാറിനും ഞാൻ 2 മെസ്സേജ് അയച്ചു. ഈ 2 ഞാൻ അയക്കുന്ന ഈ മെസ്സേജിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. എന്നെ ഇങ്ങനെ മട്ടാഞ്ചേരിക്കാരെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഷൈൻ നിഗം എന്ന് പറഞ്ഞ നടൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. ഇവർ അവിഹിതമായി ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവന്മാർക്ക് രാത്രി 11-12 മണിക്ക് ഇതാണ് ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞ് അവരുടെ നമ്പറുകൾ അയച്ചു കൊടുത്തു. അപ്പം ഞാൻ അയച്ചു കൊടുത്ത ആ നമ്പറുകൾ ശല്യം തീർന്നു, പിന്നെ വിളിക്കില്ല. പക്ഷേ പുതിയ നമ്പറുകളിൽ നിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. യവനൊക്കെ നാണമില്ലെങ്കിൽ നമുക്ക് നാണമില്ലേ? എന്നും ഈ DGPക്ക് നമ്പറുകൾ അയക്കുന്നത് മോശമല്ലേ? ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ഒരു 10 നമ്പർ ആകട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ റൗഡി ഷൈൻ നിഗം റൗഡി എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവന്മാരെ ഓരോ നമ്പർ വരുമ്പോഴും ഈ നമ്പരെല്ലാം കൂടി എടുത്ത് മുഖ്യമന്ത്രിക്ക് ഞാനൊരു പരാതി ഏറ്റവും അടുത്ത സമയത്ത് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിലും ഷൈൻ നിഗത്തിൻ്റെ പേര് വെച്ച് തന്നെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അത് നമ്മുടെ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നു. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇവനെപ്പോലെയൊക്കെ കഞ്ചാവും പെണ്ണും എല്ലാം കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് നടക്കുന്നൊരു ചെറുക്കനാണല്ലോ. അവനും അവൻ്റെ കൂടെ നടക്കുന്ന കുറേ ഗുണ്ടകളും മാത്രം കേരളത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ടാക്സും കൊടുത്ത് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നോക്കാം, എവിടം വരെ പോകുമെന്ന് നോക്കാം. ജീവനിലൊന്നും പേടിയില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ബോണസാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിലൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോൾ 2 ദിവസം നാളെ മറ്റന്നാളെ ഈ നമ്മുടെ ഞായറാഴ്ച ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ വിളിക്കുമായിരിക്കും ഈ ചെറുക്കൻ, ഇങ്ങനെ വളർത്തി കളഞ്ഞല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം കിട്ടുകയും ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ട് പോലും ഈ ചെറുക്കൻ മന്ദബുദ്ധികളെക്കാളും കഷ്ടമാണ്. ബുദ്ധി വളർച്ചയില്ല, അതാണ് പ്രശ്നം. വേറെ ചട്ടമ്പിളയും കൊണ്ട് നടക്കുക, അവന്മാരുമായിട്ട് റൂമിലിരുന്ന് വലിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തോ, പെണ്ണ് പിടിക്കുകയൊക്കെ ചെയ്തോ. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെപ്പോലെ ഒരാളിനെ ഇങ്ങനെ നിരന്തരമായി പല നമ്പറുകളിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തുക. മട്ടാഞ്ചേരി അവൻ്റെ വാപ്പേരെ വക പോലെ. നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബിജു ആൻ്റണി എന്ന് പറഞ്ഞൊരു വക്കീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്ക് ആളെ പിടികിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അഡ്വക്കേറ്റ് BA ആളൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അറിയാമെന്ന് മലയാളി പറയും. നമ്മുടെ MP നാരായണപിള്ള എന്ന് പറഞ്ഞൊരു വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു, കലാകൗമുദിയിൽ സ്ഥിരം എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എങ്ങനെയെന്ന് ചോദിച്ചാൽ പൊതുസമൂഹം എങ്ങനെ ചിന്തിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. മന്ത്രിയായിരുന്ന MP ഗംഗാധരൻ്റെ മകളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചയച്ചു. കരുണാകരൻ മന്ത്രിസഭയിലെ മന്ത്രിയാണെന്ന് അദ്ദേഹത്തെ കളിയാക്കിയൊക്കെ പൈപ്പ് ഗംഗാധരൻ എന്നൊക്കെ അന്ന് വിളിക്കുമായിരുന്നു. എനിക്കൊന്ന് ജലസേന വകുപ്പ് മന്ത്രിയായിരുന്നു തോന്നുന്നു. ഒരുപാട് പൈപ്പ് വാങ്ങിച്ച് കേരളത്തിലെല്ലാം കുഴിച്ചിട്ടു, വെള്ളമില്ല. അപ്പോൾ MP ഗംഗാധരൻ്റെ മകളെ പ്രായപൂർത്തിയാകാത്ത മകളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ വിവാദമാവുകയും MP ഗംഗാധരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിനെ ആകെ MP ഗംഗാധരൻ്റെ ചെയ്തികളെ ന്യായീകരിച്ച ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ MP നാരായണപിള്ളയായിരുന്നു. നാരായണപിള്ള സാർ കലാകൗമുദിയിൽ എഴുതി, MP ഗംഗാധരൻ്റെ മകൾ 16 or 15 വയസ്സുള്ള കുട്ടിക്ക് അവളുടെ ശരീരം പറയുന്നു അവൾക്ക് ലൈംഗികമായ താല്പര്യങ്ങളുണ്ട് എന്ന് അവളുടെ ശരീരം പറഞ്ഞാൽ അവൾ കല്യാണം കഴിക്കും. അതിന് ഈ നാട്ടിലുള്ളവന്മാർക്ക് എന്താ, അല്ലെങ്കിൽ കോടതിക്ക് എന്താ കാര്യം എന്നാണ് MP നാരായണപിള്ള ചോദിച്ചത്.
പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള നാട്ടിൽ MP നാരായണപിള്ള സാർ പറഞ്ഞത് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾ കല്യാണം കഴിക്കും എന്നാണ് അങ്ങനെ എഴുതിയത്. ഇതുപോലെ വരട്ട് ന്യായം കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ ബിജു ആൻ്റണി എന്ന് പറയുന്ന BA ആളൂർ എന്ന് പറയാം. സമൂഹത്തിൽ നൊട്ടോറിയസ് ക്രിമിനലായ ഒരാളും അംഗീകരിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി അവർ പോലും ചോദിക്കാതെ അവരുടെ പിന്നാലെ ചെന്ന് അവരുടെ വക്കാലത്തെടുക്കുന്ന ആളാണല്ലോ ആളൂർ. ചാനൽ ചർച്ചകളിൽ ആളൂരിനെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ലൈവിൽ പങ്കെടുക്കുമ്പോൾ അക്ഷോഭ്യനായി അദ്ദേഹം കേട്ടിരിക്കും. അതാണ് അയാളുടെ വിജയം. അയാൾ ചൂടാവേയില്ല. ഞാൻ കൊച്ചു കാര്യത്തിന് പെട്ടെന്ന് ചൂടാവും, പക്ഷേ അയാൾ ചിരിച്ചോണ്ടിരിക്കും. കക്ഷി ഉത്തരം മുട്ടി എന്നുള്ളത് പുറത്ത് കാണിക്കുകയില്ല. അദ്ദേഹം ഒരു നല്ല വക്കീലല്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ അയാളുടെ ഉത്തരം മുട്ടിക്കുമ്പോൾ പുള്ളി ചിരിച്ചോണ്ടിരിക്കും മിണ്ടാതെ. 53 വയസ്സേ ഉള്ളൂ. വൃക്കരോഗത്താൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് മരിച്ചു. എത്ര പേർ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. സമൂഹം തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഏത് പ്രതിക്ക് വേണ്ടിയും എന്നല്ല, ഏത് പ്രതിയെയും ചെന്ന് കണ്ട് ആ കേസ് ഏറ്റെടുക്കും. എന്നിട്ട് ഭംഗിയായി ആ കേസ് തോൽപ്പിച്ചും കൊടുക്കും. ഇപ്പോൾ സൗമ്യ എന്ന് പറഞ്ഞ ഹതഭാഗ്യയായ പെൺകുട്ടിയെ ദാരുണമായി കൊല ചെയ്ത ഗോവിന്ദച്ചാമിക്കായി അയാളെ പോയി കണ്ട് അയാളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് അവന് ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുത്തു. ഇപ്പം ജയിലിൽ കിടക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു മിടുക്കനായ വക്കീലായിരുന്നു BA ആളൂർ. പെരുമ്പാവൂർ ജിഷ കൊലക്കേസ്, ഡോക്ടർ വന്ദന കൊലക്കേസ്, കൂടത്തായി കൂട്ട കൊലപാതക കേസ്, വിസ്മയ കേസ്, ഇലന്തൂർ നരബലി കേസ്, ഇതൊക്കെ ആളൂർ പ്രതികളെ ചെന്ന് കണ്ട് ഏറ്റെടുത്ത കേസുകളാണ്. പൂനെയിലെ ഭിക്ഷാടന മാഫിയകളുടെ കേസടക്കം കൈകാര്യം ചെയ്യുന്ന ആൾ TV വന്നിരുന്ന് പൾസർ സുനിലിൻ്റെ വക്കീലായിട്ട് സംസാരിക്കുമായിരുന്നു. പൾസറിനെ രക്ഷപ്പെടാൻ ദിലീപ് അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ദിലീപിനെ പൂട്ടും തൂക്കും എന്നൊക്കെയായിരുന്നു ആളൂർ TV ചർച്ചകളിൽ കാച്ചിയിരുന്നത്. ഒടുവിൽ അപകടം മണത്ത പൾസർ തന്നെ ആളൂരിനെ കേസിൽ നിന്ന് ഒഴിവാക്കി. ഇല്ലെങ്കിൽ തൂക്ക് കയറി വാങ്ങിച്ചു കൊടുക്കുമെന്ന് പൾസറിന് തോന്നിക്കാണും. കളിയാക്കിയാൽ മനസ്സിലാകാത്ത വക്കീലായിരുന്നു ആളൂർ വക്കീൽ. എന്തായാലും 53-ാം വയസ്സിൽ വൃക്ക തകരാറിലായി കക്ഷിപ്പോയി. ഫ്രോഡുകൾക്കിനി ഒരു രക്ഷകനെ പുതിയതായി തപ്പണം. ഈ പറഞ്ഞ കേസുകളിലെ പ്രതികൾക്കൊക്കെ ചുരുങ്ങിയത് ജീവപര്യന്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു ആളൂരെന്ന് പറയാം. അങ്ങനെയുള്ളൊരു വക്കീലിനെയാണ് എന്താ പറയുക, മാങ്ങയാണോ മാങ്ങ എണ്ടിയാണോ മൂത്തത് എന്ന് കേൾക്കും പോലെ, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കുന്ന പോലെ, സിനിമ എന്ന് പറഞ്ഞാൽ കാശ് മുടക്കുന്ന നിർമ്മാതാവാണോ, സിനിമ എടുക്കുന്ന സംവിധായകനാണോ, അല്ലെങ്കിൽ അഭിനയിക്കുന്ന നടനാണോ എന്നുള്ള തർക്കം ഒരുപാട് കാലമായി നടക്കുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സജി നന്ദിയാട്ട് എന്ന് പറഞ്ഞ നിർമ്മാതാവ് ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ സുഹൃത്താണ്. എൻ്റെ ഇന്നൊരു പാർക്കർ പേന വാങ്ങിച്ച് ഒരു വരി എഴുതിയിട്ട് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ടിട്ട് അതിലിപ്പോൾ കളഞ്ഞു. എൻ്റെ 250 രൂപ പോയി. നല്ല സുഹൃത്താണ്. മൈക്ക് കണ്ടാൽ കൺട്രോൾ പോവും എന്നുള്ളത് മാത്രമാണ് ആകെ ഒരു കുറ്റമായി നമുക്ക് സജി നന്ദിയേട്ടനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. മൈക്ക് കണ്ടാൽ കൺട്രോൾ പോവും. പണ്ടെടുത്ത സിനിമയിൽ ചിലർക്ക് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്താലും സിനിമ ചെയ്താലും മതിയെന്ന് മൈക്ക് കണ്ടപ്പോൾ കൺട്രോൾ പോയി പറഞ്ഞതിന് കൊടുക്കേണ്ടി വന്ന വിലയൊന്നും നന്ദിയാട്ടിന് അറിയില്ല. അതാണ് പ്രശ്നം. നന്ദിയാട്ട് ഇപ്പോഴും മൈക്ക് കണ്ടാൽ എന്താണ് പറയണമെന്ന് നന്ദിയാട്ടിന് തന്നെ അറിയില്ല. ഫിലിം ചേംബറിൻ്റെ ഒരു മീറ്റിംഗ് അവസാനിക്കുമ്പോൾ പുറത്ത് കോലും പിടിച്ച് കുറേ എണ്ണം നിൽപ്പുണ്ട്. സജി നന്ദിയാട്ടെ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, വിട്ടേരെ എന്ന് പറഞ്ഞാലും തല കുലുക്കിയിട്ട് വാതിൽ തുറന്നു നിന്ന് 4 പൊട്ടത്തരം വച്ച് കാച്ചി കളയും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് ശീലം. മൈക്ക് സജി നന്ദിയാട്ടിന് ഒരു വീക്ക്നെസ്സാണ്. എന്തൊക്കെ പറഞ്ഞാലും സജി നന്ദിയാട്ടിന് ഉള്ളതിനേക്കാൾ അധികാരം, ഉള്ളതിനേക്കാൾ ബുദ്ധി, നിലപാട് 10,000-ത്തിലധികം തൊഴിലാളികളുടെ മാത്രമല്ല സൂപ്പർ താരങ്ങളുടെയും വലിയ നിർമ്മാതാക്കളുടെയും നിർമ്മാണ സംഘടനകളുടെയും ഒക്കെ പിൻബലമുള്ള ആളാണ് ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ ഇവരുടെ എല്ലാം പിന്തുണ ബി ഉണ്ണികൃഷ്ണനുണ്ട്. പക്ഷേ സജി നന്ദിയാട്ടന് ആ പിന്തുണയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതാണ് നന്ദിയാട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് കോട്ടയത്ത് CMS കോളേജിൽ എന്തോ പഠിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ SFIയുടെ കാൻഡിഡേറ്റായിട്ടും നന്ദിയാട്ട് KSUവിൻ്റെ കാൻഡിഡേറ്റായിട്ടും മത്സരിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ പാനൽ തോൽക്കുകയും നന്ദിയാട്ട് ജയിച്ചതിൻ്റെയും ചുരുക്കാണെന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നന്ദിയാട്ടിന് പറയാം. ഇപ്പോഴും എന്നോട് ആ ദേഷ്യമുണ്ട്. ഞാൻ KSU ആയിരുന്നപ്പോൾ SFIക്കാരനായ ഉണ്ണിയെ തോൽപ്പിച്ചതിൻ്റെ ദേഷ്യമാണെന്നൊക്കെ വേണമെങ്കിൽ ചുമ്മാ പറയാം. ഉണ്ണികൃഷ്ണൻ FEFCA ജനറൽ സെക്രട്ടറിയാണ്, ശരിയാ. പക്ഷേ
അയാൾ നിർമ്മാതാക്കളുടെ സംഘടനയിലും വിതരണക്കാരുടെ സംഘടനയിലും തിയേറ്ററുകാരുടെ സംഘടനയിലും അങ്ങനത്തുള്ള ആളല്ലേ സജി നന്ദിയാട്ടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫെഫ്കയുടെ തലവനല്ലേ? നിങ്ങളെന്നോ 2 പടം നിർമ്മിച്ച ആൾ മാത്രമേ ആവുന്നുള്ളൂ. സജി നന്ദിയാട്ടൻ ആകെപ്പാടെ അത്രേ പറയാൻ പറ്റും. എന്നോ ഞാൻ 2 പടം നിർമ്മിച്ചു. ഉണ്ണികൃഷ്ണൻ മനസ്സ് വെച്ചാൽ സജി നന്ദിയാട്ട് ചേംബറിലോ നിർമ്മാതാക്കളുടെ സംഘടനയിലോ ഇനി ജയിക്കില്ല എന്ന് ഞാൻ പറയും. ഉണ്ണി പറയില്ലായിരിക്കും, പക്ഷേ ഞാൻ പറയും. തന്ത്രശാലിയായ ആളല്ലേ ഉണ്ണി. സജി നന്ദിയാട്ട് ഇനി ഒരിടത്ത് മത്സരിക്കുമ്പോൾ നന്ദിയാട്ടിനെ ഒതുക്കാൻ ഉണ്ണി വിചാരിച്ചാൽ ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുമെന്ന് അത്രയും കൗശലക്കാരനും തന്ത്രശാലിയും ബുദ്ധിമാനുമാണ് ഉണ്ണികൃഷ്ണൻ. ജനപിന്തുണയുള്ള ആളുമാണ്. പഴയ തോറ്റ SFIക്കാരനല്ല സിനിമയിൽ ബി ഉണ്ണികൃഷ്ണൻ എന്ന യാഥാർത്ഥ്യം സജി നന്ദിയാട്ട് ഓർക്കുന്നത് ഭാവിയിൽ നല്ലതാണ് എന്ന് ഞാൻ പറയും. സിനിമാക്കാർ ഒന്നിച്ച് നിൽക്കേണ്ട ഈ വിപത്ത് കാലത്ത് ഞാൻ KSUക്കാരനായി SFIക്കാരനായ ഉണ്ണിയെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാലഹരണപ്പെട്ടിരുന്നതും ഓർത്തിരുന്നാൽ സജി നന്ദിയാട്ടിന് നഷ്ടം വരാവുന്നതാണ്. പിന്നെ അഭിനേതാക്കളെക്കാൾ സാങ്കേതിക പ്രവർത്തകരാണ് ലഹരി കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നന്ദിയാട്ട് സാർ പറഞ്ഞത് എന്നെനിക്കറിയില്ല. അതൊക്കെ വളരെ മോശമായ കമൻ്റാണ്. അഭിനേതാക്കളല്ല, നടീനടന്മാരൊന്നുമല്ല, ഫെഫ്കയിലുള്ള സാങ്കേതിക പ്രവർത്തകരാണ് ലഹരി വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ പറയുന്നത് സജി നന്ദിയാട്ടെ തെളിവില്ലാതെ ഇങ്ങനെയൊന്നും വച്ച് കാച്ചിക്കളയരുത്. 600-ന് താഴെയാണ് അമ്മയിലെ അംഗത്വമുള്ള അഭിനേതാക്കളുടെ എണ്ണം. സാങ്കേതിക പ്രവർത്തകർ 11,000-നടുത്ത് വരും. നിർമ്മാതാക്കളാണെങ്കിൽ 500-ന് താഴെയേ ഉള്ളൂ. ഇതിൽ എന്ത് കണക്കിൻ്റെ ബേസിലാണ് സജി നന്ദിയാട്ട് ലഹരി കണക്ക് കാച്ചത് എന്നറിയില്ല. ഇവിടെയൊക്കെ സജി നന്ദിയാട്ടിനെയൊക്കെ ഫിലിം ചേംബർ നിയന്ത്രിക്കണമായിരുന്നു. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ കാണിക്കേണ്ട സ്വയം കൺട്രോൾ ഇല്ലായ്മ സജി നന്ദിയാട്ടിനുണ്ട് എന്നതാണ് ഈ പ്രസ്താവം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോഴതാ വരുന്നു മറ്റൊരു നിർമ്മാതാവ്. നിർമ്മാതാക്കളെല്ലാം ബഹുരസമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സംഘടനയ്ക്കെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഓരോ മാസത്തെയും റിലീസാവുന്ന സിനിമകളുടെ കണക്കുകൾ പുറത്തുവിട്ട് അലക്കാൻ ഇവരാര് എന്നാണ് സന്തോഷ് ടി കുരുവിള എന്ന് പറഞ്ഞ നിർമ്മാതാവിൻ്റെ ചോദ്യം. ഇങ്ങനെ സത്യസന്ധമായ കണക്കുകൾ പുറത്തുവിട്ടാൽ മലയാള സിനിമയുടെ നാശത്തിന് കാരണമാകുമെന്നാണ് കുരുവിള പറയുന്നത്. ഈ രംഗത്തെത്തുന്ന പുതിയ ചിന്താഗതിയുള്ള സംരംഭകരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണത്രേ ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ദോഷം ഒരു വലിയ വിഭാഗം യുവജനതയെ, തൊഴിലാളികളെ മുച്ചൂടും നശിപ്പിച്ചു കളയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സിനിമയുടെ എണ്ണം കുറഞ്ഞാൽ DYFIക്കും യൂത്ത് കോൺഗ്രസിനും യുവമോർച്ചയ്ക്കും ഒക്കെ ദോഷം വരും. അതുപോലെ തന്നെ CITU, INTUC, BMS മുതലായ തൊഴിലാളികൾക്കും ദോഷം വരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എവിടെ നിന്നാണ് ഇദ്ദേഹം ഈ കുരുവുള്ള ഈ ബുദ്ധി കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. അവരെയൊക്കെ കൂടെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും. വൈ രാജാ വൈ, 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 16 ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ മുച്ചൂട്ട് കളിക്കോ ചൂതാട്ടത്തിനോ പോകണം. പകരം സിനിമാ നിർമ്മാണത്തിനോ അനുബന്ധ ബിസിനസ്സുകൾക്കോ ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് 15 വർഷമായി സിനിമയിൽ നിക്ഷേപം നടത്തുന്ന ഈ വ്യവസായി പറയുന്നത്. ഓരോ മാസത്തെ കണക്കും പുറത്തുവിട്ട് ഏഭ്യന്തരം കാണിക്കാൻ ആരാണ് ഇവർക്ക് സമ്മതം നൽകിയത് എന്നാണ് ചോദ്യം. വൻ വിജയങ്ങൾ, ശരാശരി വിജയം, ബ്രേക്ക് ഇവൺ, സാമ്പത്തിക നേട്ടം ഒട്ടും തരാത്തത്, നഷ്ടമുണ്ടാക്കിയത്, അങ്ങനെ മിക്സ്ഡ് ആണ് ഈ രംഗത്തെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, മത്സരത്തിലൂടെ, ജനകീയമായ മത്സരത്തിലൂടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലായാലും ഫെഫ്കയിലായാലും അമ്മയിലായാലും ഒക്കെ ആളുകൾ ജയിക്കുന്നത്. സന്തോഷ് കുരുവിള ചിലപ്പോൾ ഈ പറയുന്ന ആൻറ്റോ ജോസഫിനും രാകേഷിനും ഒന്നും വോട്ട് ചെയ്തിരിക്കില്ല, ഏതൊരു ഗ്രൂപ്പിനായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ നീയൊക്കെ ഇത് പറയാൻ ആര് എന്ന് സന്തോഷ് കുരുവിള ചോദിക്കുന്നത് സംഘടനാ വിരുദ്ധ ഡയലോഗാണെന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കുരുവിളമാരെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഇനി ഇതുപോലെ വങ്കത്തരം പറയുന്ന പലരും ഇറങ്ങാൻ സാധ്യതയുണ്ട്. വിനോദ വ്യവസായത്തിൽ ഇറക്കുന്ന നിക്ഷേപങ്ങൾ ഷോർട്ട് ടൈം ഗോളോട് കൂടിയ ഒന്നല്ല എന്നും വളരെ വലിയ ലോങ് ടൈം ഗോളുകളാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സിനിമയിൽ പൈസ ഇറക്കിയാൽ, വിനോദത്തിന് വേണ്ടി പൈസ ഇറക്കിയാൽ സെൻട്രലിൽ കളിച്ച് കഴിഞ്ഞാൽ ഉടൻ ഇങ്ങോട്ട് കിട്ടും എന്ന് വിചാരിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എവിടെ കളിച്ച് ഇദ്ദേഹം ഈ പൈസ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെയാണെങ്കിൽ BMC ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ സെൻറ്ററാണ്. അപ്പോൾ റിലീസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ജാതകം കട്ടയും പടവും മടക്കും. അപ്പോൾ അതിൽ എത്ര കിട്ടി? ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസത്തെ ലിസ്റ്റ് വിട്ടിരിക്കുന്നത് ഞാനിതിൽ പറയാത്തതാണ്. 2.5 കോടി രൂപയൊക്കെ മുടക്കിയ പടത്തിന് 22,000 രൂപയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്.
അതിൻ്റെ ബാക്കി വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുമെന്നാണ് സന്തോഷ് കുരുവിള പറയുന്നത്. അത് എവിടുന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ മാമനും മരുമോനും കൂടി ഈരിഴത്തോർത്തിൽ പരൽമീനിനെ പിടിക്കുന്ന കളിയുമായി നടക്കുന്നു. മാമനും മരുമോനും എന്ന് പറഞ്ഞാൽ ഇനി ജി സുരേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ സന്ദീപ് സേനുമാണെന്ന് എനിക്കറിയില്ല. അതോ ഒരു ഉപമയായിട്ട് പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അബദ്ധ ജഡിലമാണ് ഈ കളിയുമായി നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ വരട്ട് തത്വവാദ പ്രക്രിയയായും അദ്ദേഹം കാണുന്നു. കണക്ക് പുറത്തുവിടൽ പരിപാടിയെന്നും സന്തോഷ് കുരുവിള കാച്ചുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ്, ഇത് വരട്ട് പരിപാടികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കണക്ക് വിടലിനെതിരെ DYFI, ASF, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, യൂത്ത് ലീഗ് മുതലായ യുവജന സംഘടനകളും ഈ കലാപകാരികൾക്കെതിരെ രംഗത്ത് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെങ്ങനെ വരും എൻ്റെ പൊന്നു കുരുവിളെ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മാസം ഇറങ്ങിയ പടങ്ങളുടെ കളക്ഷൻ ഇത്രയാണെന്ന് പുറത്തുവിട്ടാൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ചെന്ന് രാകേഷിനെയോ ആൻഡോ ജോസഫിനെയോ കുത്തിന് പിടിക്കുമോ? എന്തിനാ അവർ കുത്തിന് പിടിക്കണേ? അവർക്ക് എന്താ ഇതിൽ കാര്യം? അതുപോലെ അദ്ദേഹം പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CATU, INTUC, BMS, AITUC മുതലായവരും സർക്കാരും ഒക്കെ കയറി പിടിക്കണമെന്നാണ് പറയുന്നത്. പാമ്പുകൾ പടം പൊഴിക്കുമ്പോൾ പാമ്പുകൾ കരഞ്ഞോളും, പാമ്പാട്ടികൾ കരയണ്ട എന്നും കുരുവിള സാർ പറയുന്നു. പടം പൊഴിയുമ്പോൾ പാമ്പ് കരയാറൊന്നുമില്ല. അത് കുരുവിളയ്ക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. അതിൻ്റെ ദേഹത്തു നിന്ന് അത് ഊരി വിട്ടില്ലെങ്കിൽ അതിന് ചൊറിയും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മുള്ളു പോലുള്ള എന്തെങ്കിലും റഫായ സ്ഥലത്ത് കൊണ്ടൊന്ന് ഉരച്ച് ആ പടം പൊഴിച്ച് കളയാണ് ചെയ്യാറ്. അല്ലാതെ പാമ്പുകൾ കരയാറില്ല, പാമ്പാട്ടികളും കരയാറില്ല എന്ന് സന്തോഷ് കുരുവിള അറിയില്ല എങ്കിൽ ഇനിയെങ്കിലും പഠിച്ചോ. ഇതിനെ പിടിച്ച് പിന്തുണയുമായി സകലകലാവല്ലഭനായ ബാബുരാജ് എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ, സംവിധായകനും നടനുമൊക്കെ ബാബുരാജ് രംഗത്തെത്തി. കുരുവിളയ്ക്ക് ഫുൾ സപ്പോർട്ട്. ഇവരെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ടീമാണ് നിർമ്മാതാക്കളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ സംഘടനയിൽ ഭരിക്കുന്നത് എന്നുള്ള ബോധം ബാബുരാജിനും ഇല്ല, സന്തോഷ് കുരുവിളയ്ക്കും ഇല്ല എന്നുള്ളതാണ്. പിന്നെ കുരുവിള കടം കൊടുക്കുന്ന മുതലാളി കൂടിയാണ് എന്ന് അദ്ദേഹം പറയണമായിരുന്നു. അദ്ദേഹം സിനിമയിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമ പ്രൊഡ്യൂസിങ് മാത്രമല്ല, അദ്ദേഹം പണം പലിശയ്ക്ക് കൊടുക്കും. ആന്റണി പെരുമ്പാവൂർ വരെ ഈ മുതലാളി ഇരുന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആന്റണിക്കെതിരെ സുരേഷ് കുമാർ സംസാരിച്ചിടം മുതൽ കുരുവിള മുതലാളിക്ക് കുരു പൊട്ടുകയായിരുന്നു എന്നും ഞാൻ പറയും. അപ്പം മുതലേ പുള്ളി ചൊറിയുകയാണ്. ആ കുരു എല്ലാം പൊട്ടി ഒലിച്ചു എന്ന് മാത്രം. നല്ല തൊഴിലാളി സ്നേഹിയാണ് കക്ഷി. ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയനിൽ നിന്ന് സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്തതിന് ഒരുത്തനെ പുറത്താക്കി. അപ്പോൾ കുരുവിള എന്ത് ചെയ്യുന്നു പറയും, അവനകത്താക്കി. പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പടത്തിൽ അവനെ പിടിച്ച് വർക്കിന് വെച്ചു. ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ്റെ ആൾക്കാർ കോയമ്പത്തൂർ ചെന്നിട്ട് പറഞ്ഞു, മുതലാളി, ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ആളിനെ വെച്ചേ നിങ്ങൾ സിനിമ വെച്ചോളാം, ഞാൻ അവനെ വെച്ചേ ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലേ നാളെ രാവിലെ മുതൽ ഇവിടെ ഫെഫ്കയിലുള്ള ഒരാളും വർക്ക് ചെയ്യാൻ ഉണ്ടാവില്ല. അതായത് ആഹാരം കൊടുക്കുന്ന പയ്യന്മാർ മുതൽ ലൈറ്റ് ബോയ്സ് മുതൽ ക്യാമറാമാൻ വരെയുള്ള അല്ലെങ്കിൽ സംവിധായകൻ വരെയുള്ള ഒരാളും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ അവനെ വെച്ച് സ്റ്റില്ലെടുത്ത് സിനിമ എടുത്തോ എന്ന് പറഞ്ഞ് വിരട്ടിയപ്പോഴാണ് മനസ്സോടെ അവനെ പറഞ്ഞു വിട്ടത്. ഈ ഫോട്ടോഗ്രാഫർ ആദ്യമായിട്ട് വർക്ക് ചെയ്തതും കുരുവിളയുടെ പടത്തില്ല, അവസാനം വർക്ക് ചെയ്തതും കുരുവിളയുടെ പടത്തില്ല. അതെന്തുകൊണ്ട് അവനെ ഒഴിവാക്കുന്നില്ല എന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ പറയുന്നില്ല. എനിക്കറിയാം, കഥകൾ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ട മുതലാളിയാണ് തൊഴിലാളി ക്ഷേമം പറഞ്ഞ് സമരത്തിനെത്തിയവരെ അല്ലെങ്കിൽ സമരത്തിലായവരെയൊക്കെ ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ സമരം ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത്. വലിയ വാർത്താ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത ഒരാളായിരുന്നു സെവൻ ആർട്സ് വിജയകുമാർ. എനിക്ക് നല്ല ബന്ധമുള്ള ആളായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കണ്ണാടി മാളിക എന്ന് പറഞ്ഞ് സൂര്യ TV യിൽ ഒരു സീരിയലൊക്കെ ചെയ്യാനിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ഉപദേശവുമായി, ഒരു മുതലാളിയാണല്ലോ അദ്ദേഹം, രംഗത്തെത്തി. പൊതുവെ വിവാദത്തിനൊന്നും ചാടാതെ സ്വന്തം പോക്കറ്റ് മാത്രം സൂക്ഷിക്കുന്ന സെവൻ ആർട്സ് വിജയകുമാർ മുതലാളി. മോഹൻലാൽ ആദ്യകാലത്ത് നിർമ്മിച്ച സിനിമയൊക്കെ വിതരണം നടത്തി ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ പോയ വിജയകുമാർ മുതലാളി പറയുന്നത്, ദേശീയ തലത്തിൽ വളരെയധികം സ്വീകാര്യനായ നടനാണ് മോഹൻലാൽ. തൻ്റെ ഇമേജിനെ ദോഷകരമായി ബാധിക്കാനിടയുള്ള പരിപാടികളിൽ ഇനി മോഹൻലാൽ പെടരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒഴിവാക്കണമായിരുന്നു അത് എന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നോക്കണം എന്നുമൊക്കെ ഉപദേശിക്കുന്നുണ്ട് സെവൻ ആർട്സ് വിജയകുമാർ. ദേശീയ തലത്തിൽ ബഹുമാനിക്കുന്ന മോഹൻലാൽ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നിലും ചെന്ന് ചാടരുത് എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ഒരു സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനും അറിയാതെ ഒരു രംഗവും സിനിമയിൽ വരില്ല എന്നും വളരെയധികം ആരാധിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന മോഹൻലാലിൻ്റെ പ്രതിച്ഛായയ്ക്ക് ആരെങ്കിലും കോട്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും സാറ് പറയുന്നു. തുടരും കളക്ഷൻ വിജയകുമാർ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. രഞ്ജിത്ത് നിർമ്മിച്ച തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്നൊരു പടം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ.
ഞാൻ അറിഞ്ഞത് ഗ്രോസ് കളക്ഷനിൽ 200 കോടി രൂപ അത് കളക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ഗ്രോസ് കളക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ പ്രതിച്ഛായക്കൊന്നും ഇവിടെ ഒരു കുറവുമില്ല വിജയകുമാർ മുതലാളി. പ്രതിച്ഛായയ്ക്ക്, ബഹുമാനത്തിന്, ആദരവിന് ഒന്നും മോഹൻലാലിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന്. ഒരു 7-8 പടം പൊളിഞ്ഞെങ്കിൽ പോലും തുടരുമെന്ന് പറഞ്ഞ പടം കണ്ടിറങ്ങുന്ന ആളുകളുടെ ഒരു സന്തോഷം കാണണം സാർ. അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിനായി ശംഖോലിൻ്റെ ചരിത്രവും പ്രാധാന്യവും വിശദീകരിക്കുന്ന ഡോക്യുമെൻ്ററിയും, ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അപ്പനെ റാം എന്ന 45 മിനിറ്റ് ദൈർഘ്യമുള്ള 5 എപ്പിസോഡ് വെബ് സീരിയലും പ്രിയദർശനുമായി ചേർന്ന് രാം മന്ദിർ ട്രസ്റ്റിന് വേണ്ടി ലൈൻ പ്രൊഡ്യൂസറായി നിന്ന് ചെയ്യുമ്പോൾ എമ്പുരാനിൽ ഗോദ്ര സംഭവമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിജയകുമാർ സാറിനെ പോലുള്ളവർക്ക് പൊള്ളുക സ്വാഭാവികമാണ്. കാരണം അദ്ദേഹം എടുക്കുന്ന മനസ്സിലായില്ലേ, ഡോക്യുമെൻ്ററികൾ ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരാളിന് ചിലപ്പോൾ എമ്പുരാനിൽ ഗോദ്ര സംഭവമൊക്കെ കാണിച്ചാൽ പൊള്ളും. പക്ഷേ അത് കാരണം മോഹൻലാലിൻ്റെ ഇമേജിനൊരു പോറലും പറ്റാതെ മലയാളി നോക്കിക്കൊള്ളു സാർ. സാറിന് പൊതുജനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. എമ്പുരാൻ്റെ തിരക്കഥയിൽ എന്തെല്ലാം ഉണ്ടെന്ന് മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും വായിച്ചു കൊടുത്തതാണെന്ന് പൃഥ്വിരാജ് എന്ന സംവിധായകൻ പരസ്യമായി പറഞ്ഞതല്ലേ സാറേ? ഇത് മോഹൻലാൽ അറിയാതെ സംവിധായകൻ ചെയ്തെന്നൊക്കെ ഇനി പറയരുത് സാറേ, അതൊക്കെ വങ്കത്തരാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡ്യൂസറായിരുന്ന ആളല്ലേ. ലാൽ സാറും ഞാനും അറിയാത്തതൊന്നും എമ്പുരാനിലില്ല എന്ന് ആന്റണി പെരുമ്പാവൂരും പറഞ്ഞു. എന്നിട്ടും പൃഥ്വിരാജിനിട്ടൊരു കൊട്ട്, മുരളി ഗോപിക്കുള്ളൊരു നുള്ള്. എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ അതിനെടുത്തിട്ട് എന്തിനാ സാറ് അലക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഷൈൻ ടോം ചാക്കയും ശ്രീനാഥ് ഭാസിയും 2 പെണ്ണും പിള്ളമാരും കൂടി തുറന്നുവിട്ട ലഹരിച്ചുഴിയിൽ സിനിമാക്കാരിൽ ആരൊക്കെയോ എവിടെയൊക്കെയോ വീഴുന്നു എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണല്ലോ ഇപ്പോൾ വർത്തമാനകാല മലയാള സിനിമ. ആലപ്പുഴ ജിങ്കാന എന്ന് പറഞ്ഞ പടമെടുത്ത ഖാലിദ് റഹ്മാനേക്കാൾ ഉണ്ട എന്ന് പറഞ്ഞ മമ്മൂട്ടിയെ നായകനാക്കി എടുത്ത ഖാലിദ് റഹ്മാനെയാണ് എനിക്കിഷ്ടം. എനിക്ക് 2 പടങ്ങൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ഉണ്ട എടുത്ത ഖാലിദിനെയാണ് ഇഷ്ടമെന്ന് പറയും. തല്ലുമാല, അനുരാഗ കരിക്കിൻ വെള്ളം, ലവ് തുടങ്ങിയ സിനിമകളും ഖാലിദ് റഹ്മാൻ്റേതായിരുന്നു. 35 വയസ്സേ ഉള്ളൂ കക്ഷിക്ക്. ജീവിതം NH പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എന്ന ബോധമുണ്ടായിരുന്നെങ്കിൽ കഞ്ചാവിൽ ജീവിതം ഹോമിക്കില്ലായിരുന്നു ഖാലിദ് എന്ന് ഞാൻ പറയും. എനിക്ക് പരിചയമൊന്നുമില്ല. അതുപോലെ തന്നെ അഷറഫ് ഹംസ 49 വയസ്സുണ്ട്. തല്ലുമാലയുടെ തിരക്കഥയിൽ പങ്കാളിയായിരുന്നു. തമാശ, ഭീമൻ്റെ വഴി എന്നീ സിനിമകളുടെ സംവിധായകനുമാണ്. 2 പേരെയും കഞ്ചാവ് വലിക്കാനുള്ള പ്രാരംഭ ടേക്ക് ഓഫിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒറ്റിയതാണ്. പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. അറസ്റ്റ് ചെയ്തു എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ്റെ ഇണ്ടാസ് വന്നു, അല്ലെങ്കിൽ സിബി മലയിലിൻ്റെ ഇണ്ടാസ് വന്നു. ഫെഫ്കയിൽ നിന്ന്, സംവിധാന യൂണിയനിൽ നിന്ന് അവരെ 2 പേരെയും സസ്പെൻഡ് ചെയ്തു. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുക്കാനായത്. അളവ് കുറവായതിനാൽ ജാമ്യവും കിട്ടി. അത് മതിയോ ഖാലിദ് റഹ്മാനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തലയുയർത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് എക്സൈസിൻ്റെ ജീപ്പിൽ കയറിയതും സംവിധായകനാണെന്ന കാര്യം മറച്ചു പിടിച്ചതും ലഹരികൾക്കായി വാടകയ്ക്ക് എടുത്തിരുന്ന ഫ്ലാറ്റാണെന്നും ഒക്കെ പിന്നീട് അറിഞ്ഞു. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം, തിരുത്തുന്നവരുണ്ട്. പക്ഷേ പോയ അഭിമാനം തിരിച്ചു കിട്ടുമോ എന്നാണ് ഖാലിദ് റഹ്മാനുടെയും കൂട്ടുകാരൻ്റെയൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്. തലയുയർത്തി പിടിച്ചൊക്കെ നിങ്ങൾ നടന്നു പേടിയില്ലാതെ. കാരണം 1 കിലോയോ അതിൽ കൂടുതലോ കഞ്ചാവൊക്കെ ഉണ്ടെങ്കിൽ അകത്താവും. അതുകൊണ്ട് കേസ് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കാം. അടുത്തത് ഒരു കോപ്പിയടിയെക്കുറിച്ചാണ്. ഇതിനിടയിലാണ് ഈ സംഭവം ബഹുമൂല്യമായ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ട്യൂൺ മോഷ്ടിച്ചതിന്, വേറൊരാളിൻ്റെ ട്യൂൺ മോഷ്ടിച്ചതിന് നമ്മുടെ AR റഹ്മാൻ 2 കോടി രൂപ കോടതിയിൽ കെട്ടിവയ്ക്കാൻ ഡൽഹി ഹൈക്കോടതി വിധിച്ചു. നമ്മുടെ അയ്യപ്പൻ പാട്ടും ഭജനകളും ഒക്കെ വിദഗ്ധമായി ചുരണ്ടിയിട്ടുണ്ടെന്ന് പലരും പലവട്ടം പറഞ്ഞു. റഹ്മാൻ ആദ്യകാലത്തൊക്കെ നമ്മുടെ അയ്യപ്പൻ പാട്ടൊക്കെ എടുത്തുനിന്ന് കലാഭമണി തന്നെ ഏതോ സ്റ്റേജിൽ പാടി കേൾപ്പിക്കുകയും ചെയ്തു. ഒട്ടകത്തെ കെട്ടിക്കുക എന്നുള്ള പാട്ട് ഏത് ഭജനയാണ് അടിച്ചത്? എന്തിന്? ഇവിടെ മാസത്തിൽ 2 പെണ്ണ് കെട്ടുന്ന ഒരു കോപ്പിയടി വീരം ഉണ്ടല്ലോ. എത്ര പാട്ടുകളാണ് ആണുങ്ങളുടേത് ചുരണ്ടി ഉണ്ടാക്കി ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചത്. അതുകൊണ്ട് എന്തിന് ഇവിടെ മാസത്തിൽ 2 പെണ്ണ് കെട്ടുന്ന കോപ്പിയടി വീരൻ എത്ര പാട്ടുകളാണ്
ആണുങ്ങളുടേത് ചുരണ്ടി ഉണ്ടാക്കിയത്. ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച് അതുകൊണ്ട് പെൺപിള്ളേരെ വിലക്കെടുത്ത് വ്യഭിചരിച്ച് പിന്നെ വലിയ സംഗീത സംവിധായകനായി മാറി ഇല്ലേ. ഞാൻ ആളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം പാർട്ടിൽ വീരരാജ വീര എന്ന പാട്ടിന് നൽകിയ സംഗീതം പ്രശസ്ത ധ്രുപദ് സംഗീതജ്ഞന്മാരായ നാസിർ ഫയാസുദ്ദീൻ ദാഗറും സഹോദരൻ സൈഹർ ഉദ്ദീൻ ദാഗറും ചിട്ടപ്പെടുത്തിയ ശിവസ്തുതിയെ അതുപോലെ വീരരാജ വീര എന്ന പാട്ടായി കോപ്പിയടിച്ചു എന്നാണ് കേസ്. OTTയിൽ പ്രദർശനം തുടരുന്ന പൊന്നിയിൻ സെൽവത്തിൽ ദാഗർ സഹോദരന്മാരുടെ പേര് വയ്ക്കണമെന്നും ഇവർക്ക് കോടതി ചെലവിനായി 2 ലക്ഷം രൂപ നൽകണമെന്നും അന്തിമ വിധി വരുന്നതുവരെ റഹ്മാൻ 2 കോടി രൂപ കോടതിയിൽ കെട്ടിവയ്ക്കണമെന്നും പൊന്നിയിൻ സെൽവൻ തിയേറ്ററിൽ വന്ന കാലത്ത് 2023 കേസ് കൊടുത്തത്. ആ കേസിനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വിധിയല്ല, ഒരു ഇടക്കാല വിധി വന്നിരിക്കുന്നത്. യഥാർത്ഥ വിധി 2 മാസത്തിനുള്ളിൽ എന്തോ പറയും. വല്ല കാര്യവുമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയേ. ആയിരക്കണക്കിന് കോടിയും വിലമതിക്കാനാവാത്ത അംഗീകാരങ്ങളും വാങ്ങി നിൽക്കുന്ന റഹ്മാന് ഇത്തരത്തിൽ നാണം കെടേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാൻ. ഇനി പറയാനുള്ളത് വേറൊരു കൊച്ചു പയ്യനില്ലേ, വേടൻ്റെ കാര്യമാണ് പറയാൻ. സഹോദരന്മാരോട് പുകവലിയും മദ്യപാനവും ഒക്കെ വലിയ പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസാണ്. ചേട്ടനോട് ക്ഷമിക്കണം, നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വനം വകുപ്പെടുത്ത് 2 ദിവസം ലോക്കപ്പിലിട്ട് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കോടതി പുറത്ത് വിട്ടപ്പോൾ ജാമ്യം നൽകി വിട്ടപ്പോൾ വേടൻ പറഞ്ഞ ഡയലോഗാണിത്. സഹോദരന്മാരെന്നാണ് അവനെ ആരാധിക്കുന്ന കൊച്ചു പയ്യന്മാരെ അയാൾ വിളിക്കുന്നത്. പുകവലിയും മദ്യപാനവും ഒക്കെ വലിയ പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസാണ്. ചേട്ടനോട് ക്ഷമിക്കണം, നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് അയാൾ പറയുന്നത്. തനിക്ക് പറ്റിയ തെറ്റുകൾ തെറ്റാണെന്നും അതിൽ നിന്നും തിരിച്ചു വരാനാകുമെന്നും ആ പറഞ്ഞത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാഴ്ചക്കാലം മീഡിയയിൽ നിറയുകയും ചേരിതിരിഞ്ഞ് വിമർശിക്കുകയും പൊഴുത്തുകയും ഒക്കെ ചെയ്ത കഞ്ചാവ് കേസിലും പുലിനകം കേസിലും പെട്ടുപോയ വേടൻ എന്ന യുവാവിൻ്റെ തുറന്നു പറച്ചിലായിരുന്നു ഇത്. വേടനെ ഡാൻസ് ഓഫ് പിടിച്ചു, ലഹരി ഉപയോഗിക്കുന്നതിൽ പിടിച്ചു, പിന്നെ വനം വകുപ്പിന് കൊടുത്തു. ഒരു 3-4 ദിവസം ആ പയ്യൻ ലോക്കപ്പിൽ കിടന്നു. ഇതിനിടയിൽ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നാണല്ലോ. വേടൻ സവർണ സമുദായത്തെയും വെളുത്തവരെയും തെറി പറയുന്നതിനാൽ റാപ്പിലൂടെ പാടുന്ന വാക്കുകൾ അത്രയും കറുത്തവരെ പുകഴ്ത്തിയും വെളുത്തവരെ ഇകഴ്ത്തിയും ആയതിനാലും പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ജോൺ ബ്രിട്ടാസുമൊക്കെ ചോര തിളയ്ക്കുക സ്വാഭാവികമാണ്. അവർക്കെല്ലാം വേടന് പിന്തുണ പ്രഖ്യാപിക്കാൻ മത്സരിക്കുകയായിരുന്നു. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് വേടൻ പാട്ടായി പാടുമ്പോൾ പിന്തുണ കൊടുത്തില്ലെങ്കിൽ പിന്നെന്ത് കമ്മ്യൂണിസം എന്നായിരിക്കണം പിണറായി സഖാവ് അടക്കമുള്ളവർ ആലോചിച്ചത്. ശുദ്ധ തെമ്മാടിത്തരമാണ്, ആറ്റം ബോംബ് ഒന്നുമല്ലല്ലോ അത് എന്നാണ് തീപ്പൊരി പ്രാസംഗികനൊക്കെയായ ജോൺ ബ്രിട്ടാസ് MP-യുടെ ന്യായം. ശുദ്ധ തെമ്മാടിത്തരമാണ് ഫോറസ്റ്റുകാർ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, പക്ഷേ ഉദ്യോഗസ്ഥർ കാട്ടിയത് തെമ്മാടിത്തരമാണത്രേ. പിന്നെ എങ്ങനെ ഫോറസ്റ്റിൻ്റെ വനം വകുപ്പിൻ്റെ ഓഫീസിൽ വേടം കൊണ്ട് കൊടുത്തിട്ട് പറയണോ, ദാ ഒരു പുലിനക്കം എനിക്ക് കിട്ടിയതുണ്ട്, വച്ചോളൂ, കേസെടുത്തോളൂ, എന്നെങ്കിലും ശിക്ഷിച്ചോളൂ, ഞാൻ വരാം എന്ന് അവൻ പറയുമോ സ്വയം? പോലീസുകാർ ലഹരി പിടിച്ച് ഇവനെ പരിശോധിക്കുമ്പോഴാണ് ഇവൻ്റെ കഴുത്തിൽ പുലിനകം കിടക്കുന്ന കണ്ടത്. അവർ ഫോറസ്റ്റുകാരെ അറിയിച്ചു. അല്ലാതെ ഫോറസ്റ്റുകാർ ഓവർ സ്മാർട്ടൊന്നും കളിച്ചില്ല ബ്രിട്ടാസേ, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുതേ. അപ്പോൾ തെമ്മാടിത്തരമാണെന്നാണ് ഫോറസ്റ്റുകാർ ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. മഹാസംഭവമൊന്നുമല്ല കഴുത്തിൽ കിടന്ന പുലിപ്പല്ല് എന്നാണ് ബ്രിട്ടാസ് സാറിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടാസ് സഖാവിൻ്റെ പക്ഷം. ബ്രിട്ടാസും പിണറായിയും വേടനെ ന്യായീകരിച്ചാൽ വനംവകുപ്പ് മന്ത്രി മറ്റേ എന്തോ ഒരു കോൺഗ്രസ് ആണല്ലോ, ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? ഉദ്യോഗസ്ഥർക്ക് സൂക്ഷ്മതക്കുറവുണ്ടായി, വേടൻ രാഷ്ട്രീയ ബോധമുള്ള കലാകാരൻ എന്നായി AK ശശീന്ദ്രൻ. നാടിൻ്റെ സ്വത്താണ് വേടൻ, അധികാരം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവേണ്ട സാമൂഹ്യ ചിന്ത ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഒരു കാര്യം ചെയ്യണം AK ശശീന്ദ്രൻ, ഫോറസ്റ്റുകാർക്ക് ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കണം, ഇന്ന ആൾക്കാരെ പിടിക്കരുത്, കമ്മ്യൂണിസ്റ്റ് ചായ കൊണ്ടെന്ന് തോന്നിയാൽ തുടരുത്, ആനക്കൊമ്പോ പുല്ല് നഖമോ പുല്ല എന്ത് കൊണ്ടുവന്നാലും ശരി
പാർട്ടിക്കാരാണെങ്കിൽ വെറുതെ വിട്ടേക്കണം എന്ന് പറഞ്ഞൊരു ഇൻഡാസ് കൊടുക്കുക അവർക്ക്. അല്ലെങ്കിൽ അവർ ജോലി ചെയ്താൽ ആ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മന്ത്രി തന്നെ കളിയാക്കുന്നത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. പുലിപ്പല്ലുമായുള്ള വിഷയത്തിൽ എന്തിനാണ് വേടനെ അറസ്റ്റ് ചെയ്തത് എന്ന് പരിശോധിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ കാര്യം. ഞങ്ങൾക്കൊരു തരത്തിലും തർക്കമില്ല എന്നും ആ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും ഗോവിന്ദൻ മാഷ് പറയുന്നു. ഇവിടെയാണ് എനിക്ക് തർക്കമുള്ളത്. അവൻ്റെ റൂമിൽ നിന്ന് കഞ്ചാവ് പിടിച്ചത് പുള്ളിക്ക് തർക്കമില്ല. അവൻ കഴുത്തിൽ പുലിനഖം വിട്ടാലും കുഴപ്പമില്ല, കാരണം അവൻ കമ്മ്യൂണിസം പറയുന്നതുകൊണ്ട് അവൻ്റെ പേരിൽ നടപടി എടുക്കരുത് എന്നാണ് ഗോവിന്ദൻ മാഷ് വച്ച് കാച്ചുന്നത്. വേണ്ടി വന്നാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ വേടനൊരു പുലിക്കെട്ടിയെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്ന് മാഷ് പറയാത്തത് ഭാഗ്യം. അങ്ങനെയും പറഞ്ഞോളും ചിലപ്പോൾ ആവേശം കയറുമ്പോൾ. വേടാ, നീ കഴുത്തിലൊരു പുലിനഖം ഇട്ടതിന് വനം വകുപ്പുകാർ, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് നിന്നെ വനം വകുപ്പുകാർ അറസ്റ്റ് ചെയ്തെങ്കിൽ നിനക്ക് ഞങ്ങളൊരു പുലിക്കുട്ടിയെ വാങ്ങിച്ചു തരും എന്ന് എന്തുകൊണ്ടോ മാഷ് പറഞ്ഞില്ല. പണ്ട് വന്ദേ ഭാരത് വന്നപ്പം മറ്റേ അപ്പക്കച്ചവടം പറഞ്ഞ പോലെ, അല്ല സിൽവർ ലൈൻ വരുന്ന കാലത്ത് അപ്പക്കച്ചവടം പറഞ്ഞ പോലെ മാഷ് വേണമെങ്കിൽ ഇതിങ്ങനെയും പറഞ്ഞു തന്നെ. ഏതാണ്ട് ഇതേ തലത്തിൽ തന്നെ മുഖ്യമന്ത്രിയും വച്ച് കാച്ചി. പയ്യെ രക്ഷപ്പെടട്ടെ. അവനെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞ വീട്ടുകാർ നിൽക്കുന്ന വിഷ്വലുണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ പാവം തോന്നി. ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ പിറന്ന പയ്യനാണ്. അവനെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അവൻ്റെ സഹോദരനും അമ്മയൊക്കെ നിൽക്കുന്ന വിഷ്വലുണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. പക്ഷേ അപ്പോഴും വേടനെ തപ്പിയ ഫ്ലാറ്റിനകത്ത് കണ്ട കാഴ്ചകൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി നിസ്സാരമായി കളഞ്ഞത് ന്യായീകരിക്കാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം മഴു അടക്കമുള്ള സാമഗ്രികൾ 9 ലക്ഷം രൂപ, കണക്കിൽപ്പെടാത്ത 9 ലക്ഷം രൂപ, കഞ്ചാവ്, പുലിനഖം, പിന്നെ 11 പേരും. ഈ 11 പേർ അതിനകത്ത് ഫ്ലാറ്റിനകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ കൊട്ടും പാട്ടും ഒക്കെ വെച്ച് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മനസ്സിലാക്കാം. ഇല്ല, ഈ 11 ചെറുപ്പക്കാരും ഈ പുലിനഖവും ഈ കഞ്ചാവും ഈ മഴവും ഈ 9 ലക്ഷം രൂപയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അടക്കം അത് ലാഘവത്തോടെ കാണുന്നത് നമ്മളുടെ കൂടെ നിൽക്കുമെങ്കിൽ, സഖാവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്നുള്ള നയം ശരിയല്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. കഥയിൽ ചോദ്യമില്ല, കാരണം മുഖ്യനാണ് പറഞ്ഞത്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത്, രാജ്യസഭയിലെ തീപ്പൊരി ജോൺ ബ്രിട്ടാസാണ് പറഞ്ഞത്. ക്ഷമിക്കണം എല്ലാവരും. ആ ഫോറസ്റ്റുകാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റണം സഖാവേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മേലിൽ സഖാക്കളെ പിടിക്കരുത് ഓമാർ. നമുക്കൊരു ഷൈൻ ടോൺ ചാക്കയിൽ ലഹരി ഒതുക്കാം. ഷൈനിൻ്റെ കയ്യിൽ നിന്നും 1/2 ഗ്രാം കഞ്ചാവ് പോലും കിട്ടിയില്ല എങ്കിൽ പോലും, പുലിനഖം പോയിട്ട് അയാളുടെ നഖം വെട്ടിയെടുത്തിട്ട് പോലും, മുടിയും പറിച്ചെടുത്തിട്ട് പോലും അയാളോട് അരിശം തീരുന്നില്ല എന്ന് കാണുമ്പോഴാണ് ചിലരോട് നമ്മൾ അരിശം കൊണ്ട് എന്തും കാണിക്കുകയും ചിലരോട് മൃദു സമീപനം എടുക്കുന്നതും ശരിയല്ല. നിയമത്തിൻ്റെ വഴിക്ക് പോണ്ടേ സഖാവേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഷൈൻ ടോൺ ചാക്കയുടെ രാഷ്ട്രീയം എനിക്കറിയില്ല, പക്ഷേ അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അയാൾ ഹോട്ടലിൽ നിന്ന് ചാടി ഓടിപ്പോയപ്പോൾ അയാളുടെ റൂം പരിശോധിച്ചപ്പോൾ ഒരു മയക്കുമരുന്നും കിട്ടിയില്ല. അയാൾ ചാടി ഓടിപ്പോയതാണ് ആകെപ്പാടെ ഇവർക്ക് സംശയം തോന്നിയത്. അത് കഴിഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷേ അയാളുടെ പല്ല്, അല്ല നഖം, തലമുടിയൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് പരിശോധിക്കാൻ. എന്നിട്ട് അയാളുടെ പറയാണ്, റീ അഡിക്ഷൻ സെൻറ്ററിൽ മര്യാദയ്ക്ക് പോയി ട്രീറ്റ് ചെയ്ത് രോഗം മാറി വന്നില്ല എങ്കിൽ നിൻ്റെ പിറകെ ഞങ്ങളുണ്ട് എന്ന് പറയും. അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് വേടൻ്റെ മുറിയിൽ നിന്ന് മഴു, 9 ലക്ഷം രൂപ, പുലിനഖം ഒക്കെ കിട്ടിയാലും പയ്യനല്ലേ, അവൻ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നവനല്ലേ. ഇനിയിപ്പോൾ ഷൈൻ ടോൺ ചാക്ക ബ്രാഹ്മണനാണോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ദേഷ്യം എന്താണ് ഷൈൻ ടോൺ ചാക്കയോടെന്ന് എനിക്കറിയാം. ശ്രീനാഥ് ഭാസിയോട് കാണിക്കുന്ന ഒരു കൺസെഷൻ പോലും ഷൈൻ ടോൺ ചാക്കയ്ക്ക് ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് സിനിമാ രംഗത്തെ ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ ഭരണാധികാരികളും കൈകാര്യം ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേടൻ തിരുത്തി നല്ല രസകരമായ പാട്ടുകളിലൂടെ ഒരു തരംഗമുണ്ടാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ആദ്യമായി നമ്മൾ ചെയ്ത വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.